തിരമാലകളെ അടക്കുന്നതല്ല ലൈറ്റ് ഹൗസിൻ്റെ പ്രകാശ ഗോപുരങ്ങളുടെ ജോലി. പകരം പാത കാണിച്ചു കൊടുക്കും. ഈ സത്യത്തിൻ്റെ വെളിച്ചം വിതറാനാണ് കർത്താവ് പറഞ്ഞു. നോക്കുന്നുണ്ടോ? നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും എങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തതയും കാവലും എല്ലാം നമ്മളോട് എല്ലാവരോടും കൂടെയുണ്ട്. വീണു പോകാൻ അവൻ ഒരിക്കലും അനുവദിക്കത്തില്ല. വീണു പോയാൽ തന്നെയും അവിടെ നിന്ന് എഴുന്നേറ്റ്, നീതിമാൻ വീഴും പക്ഷേ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കുമെന്ന വചനപ്രകാരം ദൈവം നിങ്ങളെ അതിശക്തമായിട്ട് നിങ്ങളെ നിന്ദിച്ചവരുടെ നടുവിൽ നിങ്ങളെ എഴുന്നേൽപ്പിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേർ ചേർന്നൊരു ഹാലലുയ പറയും? അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ ഒരു സ്പോൺസർ ഉള്ളത് നമുക്ക് എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷറാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, കുടുംബാംഗങ്ങളുടെ പ്രൊഫഷൻ സക്സസ്ഫുൾ ആകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കളുടെ അക്കാഡമിക് അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും എല്ലാം ഇവരുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇത് സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ഈ വരുന്ന ആഴ്ചയിലുള്ള സ്പെഷ്യൽ മീറ്റിംഗ് ആണ്. ഗുഡ് ഫ്രൈഡേ സർവീസ് കൊച്ചിയിൽ വെച്ച് നടക്കുന്നു. ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാം. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടക്കുന്ന മീറ്റിംഗിലേക്ക് ദയവായി കടന്നു വന്നാൽ. അപ്പോൾ തന്നെ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ സെലിബ്രേഷൻ ഓഫ് ദ ക്രോസ് എന്ന പേരിൽ നടക്കുന്ന അതിശക്തമായിട്ടുള്ള മീറ്റിംഗ് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്. ഡീറ്റെയിൽസ് എല്ലാം സ്ക്രീനിൽ കാണാമല്ലോ. ദയവായി കടന്നു വരിക. വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് ചെയ്യാൻ പോകുകയാണ്. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഇന്നത്തെ മോർണിംഗ് ഗ്ലോറിയിലൂടെ കർത്താവ് സംസാരിക്കുന്ന എത്ര പേർ വിശ്വസിക്കുന്നു? പ്രാർത്ഥിച്ച കർത്താവെ, ഞങ്ങളോട് അങ്ങ് സംസാരിക്കണമേ. ഓരോ ഹൃദയത്തോട് സംസാരിക്കണമേ. സാഹചര്യങ്ങളോട് സംസാരിക്കണമേ. പ്രസ്ഥാനങ്ങളോട്, സഭകളോട് സംസാരിക്കണമേ. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവർ കേൾക്കട്ടെ. ആമേൻ. ഇന്ന് മാർച്ച് 25 വെനസ്ഡേ. നിങ്ങളുടെ ബൈബിളിൽ ഞാനിങ്ങനെ റിബൺ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ബൈബിളിലല്ല, നിങ്ങളുടെ ഡിവോഷണൽ ഡയറിയിൽ മാർച്ച് 25 എടുക്കുക. അതിൽ ഫോക്കസ് വേർഡ് ലീഡർഷിപ്പ്. വാവ്, കൊള്ളാലോ. നേതൃത്വത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. എബ്രായ ലേഖനം 13:7 നോക്കാം. എബ്രായ ലേഖനം 13:7, Hebrews 13 and verse number 7. Remember your teachers who spoke the word of God to you. Consider the outcome of their way of life and imitate their faith. അപ്പോൾ ഇതൊരു ഭയങ്കര വചനമാണ്. ഒത്തിരി പേർക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്തൊരു വചനമാണ്. അപ്പോൾ തന്നെ അതിനകത്തിരിക്കുന്ന വെയ്റ്റി സ്റ്റഫ് ഭയങ്കരമാണ്. നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിന്നോ, അങ്ങനെ എന്തുവാണ് മലയാളത്തിൽ കാണുന്നത്? റിമെമ്പർ യുവർ ലീഡേഴ്സ്. നിങ്ങളെ നയിച്ചവരെ, നിങ്ങളുടെ നായകന്മാരെ ഓർത്തുകൊള്ളുവിൻ. ഹു സ്പോക്ക് ദ വേർഡ് ഓഫ് ഗോഡ് ടു യു. നിങ്ങളോട് വചനം പ്രസംഗിച്ചവരെ, വചനം സംസാരിച്ചവരെ ഓർത്തുകൊള്ളുവിൻ. കൺസിഡർ ദി ഔട്ട്കം ഓഫ് ദ വേ ഓഫ് ലൈഫ്. അവരുടെ ജീവിതത്തിൻ്റെ അവസാനം, അവരുടെ ജീവിതാവസാനം ഓർത്ത് and imitate their faith. അവരുടെ വിശ്വാസത്തെ അനുകരിപ്പിൻ. ഭയങ്കരമായൊരു സംഭവമാണ്. അപ്പോൾ നമ്മെ നയിച്ചവർ, നമ്മെ നടത്തിയവർ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മെ നടത്തുന്നവർ, അവരെ ഓർക്കുക. ദൈവത്തെ ഓർക്കാം, ദൈവവചനം ഓർക്കാം. പക്ഷേ അത് കൂടാതെ നമ്മെ നയിച്ചവർ മനുഷ്യരാണ്, നമ്മെ നയിക്കുന്നവർ മനുഷ്യരാണ്. പക്ഷേ അവരെ ഓർക്കണം. ഡെക്ലറേഷൻ നോക്കുക. ഐ ലീഡ് ബൈ എക്സാമ്പിൾ ആൻഡ് ഹ്യൂമിലിറ്റി. ഇത് നമുക്കെല്ലാവർക്കും ഒരു ലീഡർഷിപ്പുണ്ട്. ഇതിൽ മക്കളുള്ളവർ ഒന്ന് കൈ ഉയർത്താമോ? കൈ ഇങ്ങനെ വീശി കാണിച്ച്. അവരെല്ലാം ലീഡേഴ്സാണ്. അതുപോലെ എല്ലാവരിലും ഒരു ലീഡർഷിപ്പുണ്ട്. ആരെങ്കിലുമൊക്കെ നയിക്കാൻ, ലീഡെടുക്കാൻ വിളിക്കപ്പെട്ട എല്ലാവരിലും, ചർച്ചിലാകാം, സ്കൂളിലാകാം, ഒരു കമ്പനിയിലാകാം, എവിടെയുമാകാം, അവർക്കൊരു ലീഡർഷിപ്പുണ്ട്. എല്ലാവർക്കും ഉണ്ട്.
യു ആർ ലീഡിങ് സംതിങ് ഓർ സം പീപ്പിൾ ഇൻ ലൈഫ്. അവരെ അവിടെ പറയുന്ന ഇതാണ്, ഡെക്ലറേഷനിൽ പറയുന്നത്, ഐ ലീഡ് ബൈ എക്സാമ്പിൾ ആൻഡ് ഹ്യൂമിലിറ്റി. ഞാൻ മാതൃക പ്രകാരവും അല്ലെങ്കിൽ ദൃഷ്ടാന്ത പ്രകാരവും മാതൃക കാണിച്ചും അതുപോലെ താഴ്മയിലൂടെയുമാണ് ഞാൻ നയിക്കുന്നത്. മൈ ലൈഫ് ഇൻസ്പയർസ് അതേഴ്സ് ടു ഫോളോ ക്രൈസ്റ്റ് ഫെയ്ത്ത്ഫുള്ളി. മറ്റുള്ളവരെ ക്രിസ്തുവിനെ വിശ്വസ്തമായി അനുഗമിക്കുവാനായി എൻ്റെ ജീവിതം അവർക്ക് പ്രോത്സാഹനം നൽകുന്നു. ബൈബിൾ റീഡിംഗ് പ്ലാൻ നിങ്ങളെ ആ പേജിൽ മാർച്ച് 25 പേജിൽ നോക്കി വായിച്ച് ടിക്ക് ചെയ്യുക. ലീഡർഷിപ്പിനെ കുറിച്ചുള്ള 4 കാര്യങ്ങളാണ് ഇനി കേൾക്കാൻ പോകുന്നത്. എബ്രായലേഖനം 13:7 ആധാരപ്പെടുത്തിയാണ് ഇത് സംസാരിക്കുന്നത്. നമ്പർ 1, ലീഡർഷിപ്പ് ബിഗിൻസ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിൽ നിന്നാണ് നേതൃത്വം ഉണ്ടാകുന്നത്. ഞാനിവിടെ പറയുന്നത് മറ്റേതെങ്കിലുമൊക്കെ അല്ല, പ്രധാനമായും സഭയ്ക്കകത്തുള്ള ലീഡർഷിപ്പ്. ഹീബ്രൂസ് റിമൈൻഡ്സ് ബിലീവേഴ്സ് ദാറ്റ് ലീഡേഴ്സ് ആർ ദോസ് ഹു സ്പോക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഇവിടെ പറയുന്നുണ്ട്, നിങ്ങളോട് വചനം സംസാരിച്ചവരെ, നിങ്ങളോട് വചനം പ്രസംഗിച്ചവരെ ഓർത്തുകൊള്ളുവിൻ. ട്രൂ സ്പിരിച്വൽ ലീഡർഷിപ്പ് ഈസ് റൂട്ടഡ് ഇൻ കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് ലിവിങ് ബൈ ഗോഡ്സ് വേർഡ്. യഥാർത്ഥത്തിലുള്ള ആത്മീയ നേതൃത്വം എന്ന് പറയുന്നത് ഈസ് റൂട്ടഡ് ഇൻ കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് ലിവിങ് ബൈ ഗോഡ്സ് വേർഡ്. ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നതിലൂടെയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ, അതിലൂടെ ആശയവിനിമയം നടത്തുന്നതിലൂടെയുമാണ്. അതിൽ ദൈവവചനത്തിലും ദൈവവചനം പറയുന്നതിലും വേരൂന്നിയതാണ് സത്യമായ യഥാർത്ഥ ആത്മീയ നേതൃത്വം എന്ന് പറയുന്നത്. അതുപോലെ ലീഡർഷിപ്പ് ഇൻ ദ കിങ്ഡം ഈസ് നോട്ട് ബേസ്ഡ് ഓൺ charisma or authority alone, but on faithful teaching of truth. ഈ ദൈവരാജ്യത്തിനകത്തുള്ള, അതൊരു ഭയങ്കര സംഭവമാണ്. ദൈവരാജ്യത്തിനകത്തുള്ള നേതൃത്വം എന്ന് പറയുന്നത് ഒരു വ്യക്തിപ്രഭാവമുണ്ട്, ഒരു കരിസ്മയുണ്ടല്ലോ. ചില ലീഡേഴ്സിന് ഭയങ്കര കരിസ്മയാണ്. ഇപ്പോൾ ചില ബോൺ ലീഡേഴ്സുണ്ട്. ചിലപ്പോൾ അവരുടെ സ്റ്റാച്ചർ, ചിലപ്പോൾ അവരുടെ ശരീരം തന്നെ നല്ല ഉയരവും നല്ല നെഞ്ചുവിരിവൊക്കെ ആയിട്ട് അവരെങ്ങനെ ഒരു മുറിക്കകത്തേക്ക് ഒരു ഓഡിറ്റോറിയത്തിലേക്ക് അവർ വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു അന്തരീക്ഷം ക്രിയേറ്റഡ് ആവും. അവർക്കൊരു കരിസ്മയുണ്ട്. അതാണ് സാധാരണ ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്തുള്ള പിക്ചർ ലീഡർ. എന്നാൽ കരിസ്മയൊന്നുമില്ലാതെ, പ്രത്യേകമായ കരിസ്മയൊന്നുമില്ല, അങ്ങനെയുള്ളവരെ പോലും ദൈവരാജ്യത്തിൽ ദൈവം ഉപയോഗിക്കും. പൗലോസ് പുതിയ നിയമത്തിൽ യേശു കഴിഞ്ഞാൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന സ്റ്റാച്ചറുള്ള ഭയങ്കരനായ ഒരു ലീഡറാണ്. പക്ഷെ പൗലോസിനെ കുറിച്ച് പറയുന്നത്, പൗലോസിന് ഭയങ്കര ഉയരക്കുറവും, ശരിക്കും നോക്കിയാൽ ഒരു ഭയങ്കരമായ തലയെടുപ്പ് ഒന്നുമില്ലാത്തൊരു മനുഷ്യനായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഈവൻ സ്വർഗത്തിൽ പോയി പൗലോസിനെ കണ്ട ഒത്തിരി പേര് അനുഭവമുണ്ട്. വളരെ ഉയരം കുറഞ്ഞ, അതായത് പൗലോസ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കുറിയവൻ, ചെറിയവൻ എന്നാണെന്നാണ് പറയപ്പെടുന്നത്. സോ അങ്ങനെയുള്ള ആ കരിസ്മ ഒന്നും ഈ മനുഷ്യനുണ്ടായിരുന്നില്ലെന്നാണ് പറയുന്നത്. പക്ഷെ ദൈവം ആ മനുഷ്യനെ എന്ത് ഭയങ്കരമായി ഉപയോഗിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഇതാണ്, ദൈവരാജ്യത്തിനകത്തുള്ള ലീഡർഷിപ്പ് എന്ന് പറയുന്നത് കരിസ്മ നോക്കിയല്ല, ഭയങ്കരമായ കമാൻഡിങ് പവർ നോക്കിയല്ല, പക്ഷേ ഫെയ്ത്ത്ഫുൾ ടീച്ചിങ് ഓഫ് ട്രൂത്ത്, വളരെ വിശ്വസ്തയോടെ സത്യം പഠിപ്പിക്കുന്ന, വചനം പഠിപ്പിക്കുന്നതിൽ നിന്നും ഉളവായി വരുന്ന ഒരു നേതൃത്വമുണ്ട്. അതിനെക്കുറിച്ചാണ് എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. ചില വചനങ്ങൾ നോക്കാം. 2 തിമോത്തിയോസ് 4:2 പ്രീച്ച് ദ വേർഡ്, വചനം പ്രസംഗിക്കുക. ബി പ്രിപ്പേർഡ് ഇൻ സീസൺ ആൻഡ് ഔട്ട് ഓഫ് സീസൺ, സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കുക. അപ്പോൾ ഞാനിത് പറയുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ലീഡർഷിപ്പുണ്ട്, നമുക്ക് എല്ലാവർക്കും ഒരു ലീഡർഷിപ്പുണ്ട്. എന്നാൽ ചിലരുടെ മുകളിൽ ചിലരെ ദൈവമായി ആക്കി വെച്ചിട്ടുണ്ട്.
ഇപ്പം ഞാൻ നയിക്കുന്നൊരു അജഗണം അല്ലെങ്കിൽ എന്താ പറയുന്ന ആട്ടിൻകൂട്ടമുണ്ട്. എൻ്റെ കയ്യിൽ ദൈവം തന്നിട്ടുള്ള ഒരു ആട്ടിൻകൂട്ടമുണ്ട്. അവരോടാണ് ഞാൻ വചനം പ്രസംഗിക്കുന്നത്. എല്ലാവരും ഞാൻ പറയുന്ന വചനം കേൾക്കണമെന്നില്ല. എന്നാൽ ഞാൻ നൽകുന്ന വചനം ഭക്ഷിക്കുന്നവരുണ്ട്, അത് കേൾക്കുന്നവരുണ്ട്, അനുസരിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കണം. ഇതാണ് ദൈവവചനം പറയുന്നത്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ദിവസത്തിൻ്റെ അധിക ഭാഗവും ദൈവവചനത്തിന് വേണ്ടിയാണ് ഞാൻ ചെലവഴിക്കുന്നത്. ദൈവവചനം വ്യക്തിപരമായി മനസ്സിലാക്കാനും പഠിക്കാനും വായിക്കാനും ഗ്രഹിക്കാനും ധ്യാനിക്കാനും കുറേയധികം സമയം ഞാൻ ചെലവഴിക്കുന്നു. മാത്രമല്ല ഓരോ ദിവസവും ദൈവം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നവർക്ക് കൊടുക്കേണ്ട വചനം അത് റെഡിയാക്കാൻ. ഇപ്പോൾ വീട്ടിലെ അമ്മമാർ സാധാരണ എന്താ ചെയ്യുന്നത്? അമ്മമാർ അടുത്തടുത്ത മീൽസ് ആലോചിച്ച് പ്രിപ്പയർ ചെയ്യുകയാണ്. വീട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടി അമ്മമാർ രാവിലെ പ്രഭാത ഭക്ഷണം എന്താണ്, ഉച്ചക്കത്തെ ഭക്ഷണം എന്താണ്, 4 മണി പലഹാരം എന്താണ്, അങ്ങനെയുള്ള സംസ്കാരം ഉണ്ടെങ്കിൽ വൈകിട്ട് ഡിന്നർ എന്താണ്, പിറ്റേ ദിവസം എന്താണ്, അതിനുശേഷം എന്താണ്, ഓരോ മീൽസും അവർ കുക്ക് ചെയ്യുന്നു, പ്ലാൻ ചെയ്യുന്നു, പ്രിപ്പയർ ചെയ്യുന്നു, വിളമ്പുന്നു. ഇതുപോലെയാണ് ഒരു ലീഡർ. ദൈവവചനം ശുശ്രൂഷിക്കുന്നവർ വീണ്ടും വീണ്ടും ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് ആലോചനകൾ പ്രാപിച്ച് കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇത് നിസ്സാര പരിപാടിയല്ല. അമ്മമാർക്ക് മനസ്സിലാകും ഇതെന്താണ് ഞാനീ പറയുന്നതെന്ന്. ചില വീടുകളിൽ പുരുഷന്മാരായിരിക്കും ചെയ്യുന്നത്, ഈ കുക്ക് ചെയ്യുന്നതും കൊടുക്കുന്നതും. ഓരോ സ്ഥലങ്ങളിൽ ഓരോ രീതിയിലാണ്. ഞാൻ ഒന്നിനെതിരല്ലേ. തീത്തോസ് 1:9 Hold firmly to the trustworthy message as it has been taught. ഈ സത്യവചനം നിങ്ങൾ കേട്ടതുപോലെ, നിങ്ങളെ പഠിപ്പിച്ചതുപോലെ അതിനെ മുറുകെ പിടിപ്പിൻ. അപ്പോസ്തലപ്രവൃത്തിയിൽ 20:27 I did not hesitate to proclaim the whole counsel of God. ദൈവത്തിൻ്റെ പൂർണ്ണതയുള്ള ആലോചന, അതിനാണ് ദ ഹോൾ കൗൺസിൽ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ പൂർണ്ണ ആലോചന തുറന്നു പറയുന്നതിൽ, പ്രഖ്യാപിക്കുന്നതിൽ, പ്രസംഗിക്കുന്നതിൽ ഞാൻ ഒട്ടും മടി കാണിച്ചില്ല. പൗലോസിൻ്റെ ഭാഷ്യമാണ്. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പൂർണ്ണ ആലോചന, ദ ഹോൾ വിൽ ഓഫ് ഗോഡ്, ദ ഹോൾ കൗൺസിൽ ഓഫ് ഗോഡ്, ഇത് മുഴുവൻ നിങ്ങളെ അറിയിക്കുന്നതിൽ ഞാനൊരു അമാന്തവും കാണിച്ചില്ല. ഒന്നും പ്രയോജനമുള്ളതൊന്നും ഞാൻ മറച്ചു വെച്ചില്ല. So a leader's primary responsibility is to guide people through the truth of Scripture. തിരുവെഴുത്തിൻ്റെ സത്യത്തിലൂടെ ജനങ്ങളെ നയിച്ചുകൊണ്ട് പോകുന്നതാണ് ഇവിടെ പറയുന്ന ലീഡറുടെ, വചനാടിസ്ഥാനത്തിലുള്ള ദൈവരാജ്യത്തിലെ ദൈവസഭയിലെ ഒരു നേതാവിൻ്റെ അഥവാ ഒരു ലീഡറുടെ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകൻ്റെ പ്രധാനപ്പെട്ട കർത്തവ്യം. പലപ്പോഴും ബ്ലെസ്സിംഗ് ടുഡേ ലീഡർ എന്നുള്ള വേർഡ് മാക്സിമം നമ്മൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കും. NIV-യിൽ ലീഡർ എന്നുള്ള വേർഡ് ഉണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, ലീഡർ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു കോർപ്പറേറ്റ് പിക്ചറുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും ശുശ്രൂഷകൻ മിനിസ്റ്റർ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ലീഡർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് തെറ്റൊന്നുമില്ല. ബൈബിളിൽ അതുണ്ട്, ചില ട്രാൻസ്ലേഷനുകളിലെങ്കിലും അതുണ്ട്. ഈ ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ബ്ലെസ്സിംഗ് ടുഡേ ടീം കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ ഉണ്ടായിരിക്കും. സാമ്പത്തിക വർഷം തീരുന്ന ദിവസങ്ങളാണ്. പലരും വലിയ പ്രഷറിലും ടെൻഷനിലുമാണ്. ചിലർക്കൊക്കെ ആണെങ്കിൽ വലിയ രോഗങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ. ഒരു കാര്യം പറഞ്ഞാൽ വിശ്വസിക്കുന്നു, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, യേശു നിങ്ങളെ വിളിക്കുന്നു. ഇതേ ഹോളിൽ നടന്നിട്ടുള്ള ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകളിൽ ഇതിനു മുമ്പ് കേട്ടുള്ള വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്ന സാക്ഷ്യങ്ങൾ, അത്ഭുതങ്ങൾ ഞാൻ ഇന്ന് ഓർക്കുകയാണ്. ദിസ് മേ ബി എ ഗോൾഡൻ ചാൻസ് ഫോർ യു. വരണം, കുടുംബമായിട്ട് വരണം, കൂട്ടുകാരെ കൂട്ടിക്കൊണ്ട് വരണം, അറിയാവുന്ന എല്ലാവരോടും ഇതിനെക്കുറിച്ച് പറയുക. ദിസ് ഈസ് ഗോയിങ് ടു ബി എ ഫാമിലി സൺഡേ, എ വെരി സ്പെഷ്യൽ സൺഡേ. അതുകൊണ്ടാണ് ഫാമിലിയായിട്ട് വരണം,
എന്ന് പറയുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് ഫാമിലിയായിട്ട് വരാൻ സാധ്യമല്ലെങ്കിൽ ഒറ്റക്കായാലും വരിക. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, യേശു നിങ്ങളെ തൊടും. ഒരുപക്ഷെ ജീവിതത്തെ മൊത്തം മാറ്റിമറിക്കുന്ന ഒരു വലിയ അത്ഭുതമായിരിക്കും നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. പ്ലീസ് ടു കം ആൻഡ് ഗെറ്റ് ബ്ലെസ്ഡ്. ലീഡേഴ്സ് ചെയ്യുന്നത് വചനത്തെക്കുറിച്ച് പറയുന്നത് പാതയ്ക്ക് പ്രകാശമാണെന്ന്, കാലിന് ദീപമാണെന്ന്. ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുക, ജനങ്ങൾക്കിത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ശരിയായ പാതയിലൂടെ പോകാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ലീഡറുടെ ജോലി. ലൈറ്റ് ഹൗസ് ചെയ്യുന്ന പോലെ പ്രകാശഗോപുരം ഒരിക്കലും സമുദ്രത്തിലുള്ള അലമാലകളെ, തിരമാലകളെ അടക്കുന്നില്ല. ഒരു എന്താണ് പറയുന്നത്, ലൈറ്റ് ഹൗസ് ആക്റ്റീവായി തിരമാലകളെല്ലാം ശാന്തമാക്കി കപ്പലുകൾക്ക് പോകാനുള്ള വഴിയൊരുക്കുമോ? നോ. ഗൈഡിങ് മാത്രമേ ഉള്ളൂ. ഗൈഡിങ് എന്താണ്? പ്രകാശം ചൊരിയുന്നതിലൂടെ കപ്പലുകൾക്ക് ആ പാതയിൽ സഞ്ചരിച്ച് വരാൻ പറ്റും. തിരമാലകളെ അടക്കുന്നതല്ല ലൈറ്റ് ഹൗസിൻ്റെ പ്രകാശഗോപുരങ്ങളുടെ ജോലി. പകരം പാത കാണിച്ചു കൊടുക്കുക. ഈ സത്യത്തിൻ്റെ വെളിച്ചം വിതറാനാണ് കർത്താവ് പറഞ്ഞത്. ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകും. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല. വിളക്ക് കത്തിച്ചിട്ട് കട്ടിൽ കീഴിലോ പാത്രത്തിന് കീഴിലോ പറയൻ കീഴിലോ അല്ല വെക്കേണ്ടത്, തണ്ടിന്മേൽ അത്രേ വെക്കേണ്ടത്. അപ്പോൾ വീട്ടുകാർക്കെല്ലാം വെളിച്ചം കിട്ടും, അവർ പ്രകാശത്തിൽ നടക്കും. എൻ്റെ മക്കൾ, ഇത് ചെറിയ പരിപാടിയല്ല. ദൈവജനം ധാരാളമായി പഠിക്കാനും പഠിപ്പിക്കാനും നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. നാം പഠിപ്പിച്ചില്ലെങ്കിൽ ജനം ഇരുളിൽ ജീവിക്കും. യെശയ്യാവിന്റെ പുസ്തകം 60-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനത്തിൽ പറയുന്നു, ഇതാ അന്ധകാരം ഭൂമിയെയും കൂരിരുൾ ജാതികളെയും മൂടുന്നു, എന്നാൽ നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പ്രകാശം ഉദിക്കും. എന്തിനു വേണ്ടി? രാജാക്കന്മാരും ജാതികളുമൊക്കെ നിൻ്റെ പ്രകാശത്തിൽ നടക്കാൻ. നമ്പർ 2, ലീഡർഷിപ്പ് ഈസ് പ്രൂവൻ ബൈ എക്സാമ്പിൾ. നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. നേതൃത്വം തെളിയിക്കപ്പെടുന്നത് ദൃഷ്ടാന്തത്തിലൂടെ അല്ലെങ്കിൽ മാതൃകയിലൂടെയാണ്. മാതൃകാപരമായി ഞാൻ ജീവിച്ചെങ്കിൽ മാത്രമേ എൻ്റെ നേതൃത്വം തെളിയിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, വിശ്വാസികൾ കാണേണ്ടത് നിങ്ങളെ നയിക്കുന്നവരുടെ അവരുടെ ഔട്ട്കം ഓഫ് ദ വേ ഓഫ് ലൈഫ്, അവരുടെ ജീവിത രീതിയുടെ അവസാനം, അവരുടെ ജീവാവസാനം ഓർത്ത് അവരെ അനുകരിക്കാനാണ് പറയുന്നത്. ലീഡർഷിപ്പ് ഈസ് നോട്ട് ഓൺലി അബൌട്ട് ടീച്ചിങ് ബട്ട് ഓൾസോ അബൌട്ട് ലിവിങ് വാട്ട് ഈസ് ടോട്ട്. ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ഉപദേശം പഠിപ്പിക്കുക. പക്ഷേ അത് മാത്രമല്ല, ആ ഉപദേശം അനുസരിച്ച് ജീവിക്കുന്നതും ഉത്തരവാദിത്തമാണ്. സോ പീപ്പിൾ ലേൺ more from what leaders live than from what they say. ഈ നേതൃത്വത്തിലുള്ളവർ, നായകന്മാർ, നേതാക്കന്മാർ, ലീഡേഴ്സ്, അവർ പറയുന്നതിനേക്കാൾ അവർ ചെയ്യുന്നതാണ് ജനങ്ങൾ പഠിക്കുന്നത്. 1 പത്രോസ് 5:3 ബി എക്സാമ്പിൾസ് ടു ദ ഫ്ലോക്ക്. ആടുകൾക്ക് മാതൃകയാകണമെന്ന് എഴുതിയിട്ടുണ്ട്. 1 തിമോത്തിയോസ് 4:12 ഞാൻ ഇടയ്ക്ക് ഇപ്പോൾ വിശ്വാസത്തെക്കുറിച്ചും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും ഇതൊക്കെ നമ്മൾ ദിവസവും ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തേത് ഒരല്പം മിനിസ്ട്രിയിലുള്ളവർക്കും മിനിസ്ട്രിയിലാകാനുള്ളവർക്കും അപ്പോൾ തന്നെ പൊതുവായി എല്ലാവർക്കും പഠിക്കാനുള്ളതാണ്. 1 പത്രോസ് 4:12 സെറ്റ് ആൻ എക്സാമ്പിൾ ഇൻ സ്പീച്ച്, കോണ്ടക്ട്, ലവ്, ഫെയ്ത്ത് ആൻഡ് പ്യൂരിറ്റി. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? സ്വഭാവത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും നീ പൗലോസ് തിമോത്തിയോസിനോട് പറയാം, നിങ്ങൾ എല്ലാ മേഖലകളിലും ഒരു ദൃഷ്ടാന്തമായിരിക്കണം. ഫിലിപ്പി ലേഖനം 3:17 ഫോളോ മൈ എക്സാമ്പിൾ ആസ് ഐ ഫോളോ ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളായിരിക്കും. അപ്പോൾ പൗലോസ് ക്രിസ്തുവിനെ അനുഗമിക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ട് ധൈര്യത്തോടെ, ആത്മവിശ്വാസത്തോടെ, ചങ്കൂറ്റത്തോടെ പറയും, നിങ്ങൾ എന്നെ അനുകരിക്കുക. കാരണം ക്രിസ്തുവിനെ നേരിട്ട് ആരും കാണുന്നില്ല, എന്നെ നിങ്ങൾക്ക് കാണാം. എൻ്റെ ജീവിതം നോക്ക്, ഞാൻ ജീവിക്കുന്നത് പോലെ നിങ്ങളും ജീവിക്കും, ക്രിസ്തുവിനായി ജീവിക്കും. സോ ഓത്തൻറ്റിക് ലീഡർഷിപ്പ് ഈസ് വിസിബിൾ ഇൻ ഡെയിലി ക്യാരക്ടർ ആൻഡ് കോണ്ടാക്ട്. അപ്പോൾ ഓത്തൻറ്റിക് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓത്തൻറ്റിക് എന്ന് പറഞ്ഞാൽ ആധികാരികമായ നേതൃത്വം എന്ന് പറയുന്നത്
ദിവസം തോറുമുള്ള സ്വഭാവത്തിലൂടെയാണ് ദൃശ്യമായി തീരുന്നത്, വെളിപ്പെടുന്നത്. ഒരാളൊരു ലീഡറെ എങ്ങനെയാണ് അയാൾ പ്രാർത്ഥിക്കുന്നത്, എങ്ങനെയാണ് അയാൾ ജീവിക്കുന്നത്, എങ്ങനെയാണ് അയാൾ സംസാരിക്കുന്നത്, എങ്ങനെയാണ് അയാൾ കർത്താവിനെ അനുകാരിയാകുന്നത്, ഇതൊക്കെ കണ്ടിട്ട് ജനങ്ങൾ അയാളെ ഫോളോ ചെയ്യാൻ തുടങ്ങും. ഒരു മാത്തമാറ്റിക്സ് ടീച്ചർ, മാത്സ് ടീച്ചർ, ഗണിതശാസ്ത്രം പഠിപ്പിക്കുന്നൊരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക വൈറ്റ് ബോർഡിൽ അല്ലെങ്കിൽ ബ്ലാക്ക് ബോർഡിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു കണക്ക് ചെയ്ത് അതിൻ്റെ ഉത്തരം കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത് സ്റ്റെപ്പായി കാണിച്ചു കൊടുത്താൽ കുട്ടികൾക്ക് അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ കിട്ടി, എങ്ങനെയാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഇതുപോലെ ഒരു ലീഡർ ജീവിതത്തിൻ്റെ പ്രോബ്ലംസ്, സിൻ പ്രോബ്ലം, സിക്നസ് പ്രോബ്ലം, ഡെത്ത് പ്രോബ്ലം, റിലേഷൻഷിപ്പ് പ്രോബ്ലം, ഫിനാൻഷ്യൽ പ്രോബ്ലം, ഇതിനെ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ജീവിതത്തിലൂടെ ആ ബ്ലാക്ക് ബോർഡിലൂടെ അല്ലെങ്കിൽ വൈറ്റ് ബോർഡിലൂടെ ഡിസ്പ്ലേ ചെയ്യുകയാണ്. ഇത് ജനങ്ങൾ കണ്ട് അവരുടെ പ്രശ്നത്തിന് പരിഹാരമായി മാറും. എന്ന് വെച്ചാൽ ഒരു ലീഡറുടെ ലൈഫ് തന്നെ ഒരു ഡിസ്പ്ലേ ആണ്, ഒരു ബോർഡാണ്, ബ്ലാക്ക് ബോർഡാണ് അനേകർക്ക് കാണാൻ. എക്സാമ്പിൾ ക്ലാരിഫൈസ് ഇൻസ്ട്രക്ഷൻ. നമ്മൾ എന്തെങ്കിലും കാര്യം ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്നൊക്കെ പറയുമ്പോൾ തന്നെ അത് മാതൃക കാണിച്ചു കൊടുത്താൽ അതിന് വ്യക്തത വന്നു. ഇതാണ് അതിലൂടെ സംഭവിക്കാൻ പോകുന്നത്. ലീഡർഷിപ്പ് ഇൻസ്പയർസ് ഫെയ്ത്ത്. മൂന്നാമത്തേതാണ് നേതൃത്വം വിശ്വാസത്തെ ഇൻസ്പയർ പ്രചോദിപ്പിക്കുന്നു. The passage calls believers to imitate their faith. അതായത് നിങ്ങളെ നടത്തുന്നവരെ, ഇപ്പം പല സഭക്കാർ ഇത് കാണുന്നുണ്ട്, ബ്ലെസ്സിംഗ് ടുഡേ മാത്രമല്ല, നിങ്ങളുടെ ദൈവദാസൻ, നിങ്ങളുടെ പാസ്റ്ററുടെ ജീവിതം നോക്കുക. അദ്ദേഹത്തിൻ്റെ ജീവിത വിശുദ്ധി, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ജീവിതം, അദ്ദേഹത്തിൻ്റെ വിശ്വാസം, അദ്ദേഹത്തിൻ്റെ ദിനചര്യ, അദ്ദേഹത്തിൻ്റെ രീതികളിൽ എല്ലാ മനുഷ്യരിലും കുറവുകളുണ്ടേ. ഈ ഡാമിൻ ബ്രദറിൽ കുറവുകളുണ്ട്, നിങ്ങളിൽ കുറവുകളുണ്ട്, എല്ലാ ദൈവദാസന്മാരിലും കുറവുകളുണ്ട്. ആ കുറവുകളിലേക്കല്ല ശ്രദ്ധ ഊന്നേണ്ടത്. കുറവുകളുണ്ടെന്ന് വിശ്വസിക്കുക. എല്ലാ ദൈവദാസന്മാർക്കും ഉണ്ട്. കുറവുകളെ അല്ല അനുകരിക്കേണ്ടത്, അദ്ദേഹത്തിലുള്ള നല്ല കാര്യങ്ങൾ അനുകരിക്കുക. ജീവിതം മൊത്തം എടുത്തേ പലരുടെയും പല കുറവുകളും തീരുകയുള്ളൂ. അപ്പം നിങ്ങളിലും എന്നിലും എല്ലാവരിലും കുറവുകളുണ്ടെന്നും ബോധം വന്നാൽ തന്നെ പ്രശ്നം തീർന്നു. അതോടുകൂടെ ഈ കുറ്റം കാണുന്ന സ്വഭാവമെല്ലാം കണ്ണൊക്കെ നമ്മളിൽ നിന്നും മാറും. ഒരു നല്ല ഐ സർജറി നടക്കും, കാഴ്ചപ്പാടുണ്ടാകും, കാഴ്ചപ്പാട് മാറും. ഇതൊക്കെ ബേസിക്കലി അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഒരു ലീഡർ വിശ്വാസത്തെ പ്രചോദിപ്പിക്കും. ഗ്രേറ്റ് ലീഡേഴ്സ് സ്ട്രെങ്തൻ ദ ഫെയ്ത്ത് ഓഫ് ദോസ് ദേ ലീഡ്. സാധാരണ നല്ല ശുശ്രൂഷകർ അല്ലെങ്കിൽ നേതാക്കന്മാർ ചെയ്യുന്നത്, ആരെയാണോ അവർ നയിക്കുന്നത് അവരുടെ വിശ്വാസത്തെ ബൂസ്റ്റ് ചെയ്യും. ദെയർ കോൺഫിഡൻസ് ഇൻ ഗോഡ് ബിക്കംസ് കണ്ടേജിയസ്. അവരുടെ വിശ്വാസം പകർച്ചവ്യാധി പോലെ, കൊറോണ വൈറസ് പോലെ പടർന്നു പിടിക്കും. നല്ല വിശ്വാസമുള്ള ശുശ്രൂഷകരുടെ വിശ്വാസം വിശ്വാസികളെന്ന് വിളിക്കപ്പെടുന്ന ജനങ്ങളിലേക്ക് പകർച്ചവ്യാധി പോലെ പടർന്നു പിടിക്കും. എബ്രായലേഖനം 11:1. ഫെയ്ത്ത് ഈസ് കോൺഫിഡൻസ് ഇൻ വാട്ട് വി ഹോപ്പ് ഫോർ. നമ്മൾ പ്രത്യാശിക്കുന്നത് എന്താണ്? ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ് വിശ്വാസം എന്ന് എബ്രായർ 11:1 റോമർ 1:12 എന്താ കാണുന്നത്? ദാറ്റ് യു ആൻഡ് ഐ മേ ബി മ്യൂച്വലി എൻകറേജ്ഡ് ബൈ ഈച്ച് അതേഴ്സ് ഫെയ്ത്ത്. അത് ഭയങ്കര സംഭവമാണല്ലേ. പൗലോസ് പറയാം, നിങ്ങളുടെയും എൻ്റെയും വിശ്വാസത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രചോദനവും പ്രോത്സാഹനവും ഉണ്ടാകണം എന്നാണ് അദ്ദേഹം പറയുന്നത്. 1 തിമോത്തിയോസ് 1:5 പോൾ റിമെമ്പേർഡ് ദ സിൻസിയർ ഫെയ്ത്ത് ഓഫ് ടിമത്തി. അത് ഭയങ്കര സംഭവമല്ലേ. പൗലോസ് ഈ തിമത്തിയോസിൻ്റെ നിർമ്മല വിശ്വാസം, നിർവ്യാജ വിശ്വാസത്തെ അദ്ദേഹം ഓർക്കുന്നതായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടെന്ന് അർത്ഥം. ലീഡേഴ്സ് ഇൻസ്പയർ കറേജ് ബൈ ട്രസ്റ്റിംഗ് ഗോഡ് ഈവൻ ഡ്യൂറിങ് ചാലഞ്ചസ്. വലിയ വെല്ലുവിളികളുടെ നടുവിൽ വിശ്വാസത്തിൻ്റെ മുമ്പിൽ നടക്കുന്നവർ അഥവാ നമ്മെ നയിക്കുന്നവർ, ലീഡേഴ്സ്,
അവർ ദൈവത്തിൽ വിശ്വസിച്ച് ഉറച്ചു നിൽക്കുന്നത് കാണുന്നത് എല്ലാവർക്കും ധൈര്യം ഉളവാകാനിടയാകും. ഈ പർവ്വതാരോഹകരെ കണ്ടിട്ടുണ്ട്. എല്ലാ പർവ്വതാരോഹകർക്കും ഒരു ഗൈഡ് ഉണ്ടായിരിക്കും, ആ ടീം ക്യാപ്റ്റൻ ഉണ്ടായിരിക്കും. ഈ ടീം ക്യാപ്റ്റനാണ് ആദ്യം മുമ്പിൽ പോകുന്നതെങ്കിൽ ഒരിക്കലും നോക്കിയാൽ എനിക്ക് കയറാൻ പറ്റില്ല എന്ന് പറയുന്നൊരു ക്ലിഫ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൗണ്ടൻ റീജിയൻ ഈ ഗൈഡ് പോകുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ ക്യാപ്റ്റൻ പോകുന്നത് കാണുമ്പോൾ എന്ത് സംഭവിക്കും? ബാക്കിയുള്ളവർക്കും കോൺഫിഡൻസ് എനിക്കും പറ്റും എന്ന് പറഞ്ഞ് എനിക്കും പറ്റും. അപ്പോൾ യേശുവിന് സാധിച്ചെങ്കിൽ, പൗലോസിന് അത് സാധിച്ചെങ്കിൽ എനിക്കും പറ്റും, എനിക്കും ജീവിക്കാൻ പറ്റും. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്ന് പറയാൻ എനിക്കും പറ്റും. മനസ്സിലാകുന്നുണ്ടോ? സോ ഫെയ്ത്ത് ഇൻ ലീഡേഴ്സ് സ്ട്രെങ്തൻസ് ഫെയ്ത്ത് ഇൻ അതേഴ്സ്. അതുകൊണ്ട് നമ്മുടെ മുകളിൽ ദൈവമാക്കി വെച്ചിരിക്കുന്ന ആത്മീയ സ്പിരിച്വൽ ലീഡേഴ്സ് അല്ലെങ്കിൽ നമ്മെ നടത്തുന്നവർ, അവർ എന്തു ചെയ്യുന്നു? അവരിലുള്ള വിശ്വാസം മറ്റുള്ളവരുടെ വിശ്വാസത്തെയും സ്ട്രെങ്തൻ ചെയ്യും. ലാസ്റ്റ് വൺ, ലീഡർഷിപ്പ് ലീവ്സ് എ ലാസ്റ്റിംഗ് ലെഗസി. നായകന്മാർ അവർ നിലനിൽക്കുന്ന ഒരു പൈതൃകം, എങ്ങനെയാണ് ലെഗസിയുടെ കൃത്യം എനിക്ക് പറയേണ്ടത് അറിയില്ല, ഒരു പൈതൃകത്തെ അവർ അവശേഷിപ്പിക്കുന്നു. ഈ എബ്രായ ലേഖനത്തിൽ അവിടെ ബിലീവേഴ്സിനെ അത് പ്രോത്സാഹിപ്പിക്കുക, ടു റിമെമ്പർ ദിയർ ലീഡേഴ്സ്. ഒരുപക്ഷെ ജീവിച്ച് പോയവരാകാം, നമുക്ക് മുമ്പേ പോയവർ, നമ്മുടെ മുൻ തലമുറയിലുള്ളവർ, അല്ലെങ്കിൽ നാം സ്മോളർ ആയിരുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ പോയവർ, അവരെയൊക്കെ ഓർക്കുക. ദാറ്റ് മീൻസ് അവരുടെ ലെഗസി. ഫെയ്ത്ത്ഫുൾ ലീഡേഴ്സ് ക്രിയേറ്റ്സ് എ ലെഗസി ദാറ്റ് ഇൻഫ്ലുവൻസസ് ഫ്യൂച്ചർ ജനറേഷൻസ്. അപ്പോൾ വിശ്വസ്തരായി നിന്ന നായകന്മാർ അവരെന്ത് ചെയ്യുന്നു? അനേക തലമുറകൾക്കുള്ള ഒരു പൈതൃകം അവർ വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോഴും ഡോക്ടർ പോൾ യോങ്കീച്ചയെക്കുറിച്ച് ഇപ്പോഴും സംസാരിക്കുന്നു. ഇപ്പോഴും ഈ കേരളത്തിലുള്ളവരൊക്കെ ആശാരി ഉപദേശിയെക്കുറിച്ച് ഇപ്പോഴും സംസാരിക്കും. ക്യാപ്റ്റൻ ശമുലിനെ കുറിച്ച് ഒത്തിരി പേര് സംസാരിക്കുന്നു. ദെൻ സാധു കൊച്ചുകുഞ്ഞുപദേശിയെക്കുറിച്ച് ഇപ്പോഴും സംസാരിക്കുന്നു. സാധു സുന്ദർ സിംഗിനെക്കുറിച്ച് സംസാരിക്കുന്നു. റെയിൻഹാർഡ് ബോങ്കയെക്കുറിച്ച് ഇപ്പോഴും സംസാരിക്കുന്നു. കാത്തറിൻ കുൾമാനെക്കുറിച്ച് ഇപ്പോഴും സംസാരിക്കുന്നു. ബില്ലി ഗ്രഹാമിനെക്കുറിച്ച് ഇപ്പോഴും ജനം സംസാരിക്കുന്നു. നമ്മുടെ മുമ്പേ പോയവരാണ്. അവരുടെ വിശ്വാസം, അവരുടെ ലെഗസി തലമുറകളെ ഇപ്പോഴും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. ദ ഇമ്പാക്റ്റ് ഓഫ് ഗോഡ്ലി ലീഡർഷിപ്പ് ഓഫ്റ്റൻ കണ്ടിന്യൂസ് ലോങ് ആഫ്റ്റർ ദ ലീഡേഴ്സ് ലൈഫ് ടൈം. ഇങ്ങനെ വിശ്വാസത്തിന് വേണ്ടി നിന്നവരുടെ അവർ ജീവിച്ച് തീർന്ന ശേഷവും ഇവിടുന്ന് പോയ ശേഷവും അവരുടെ ലീഡർഷിപ്പിൻ്റെ ഇമ്പാക്റ്റ് തലമുറകളിലേക്ക് കണ്ടിന്യൂ ചെയ്യുകയാണ്. ചില വചനങ്ങളിലൂടെ പറയാം. 2 തിമോത്തിയോസ് 2:2 എൻട്രസ്റ്റ് വാട്ട് യു ഹാവ് ഹേർഡ് ടു ഫെയ്ത്ത്ഫുൾ പീപ്പിൾ ഹു വിൽ ടീച്ച് അതേഴ്സ്. ഇതിനെ 2-2-2 പ്രിൻസിപ്പിൾ എന്നാണ് പറയുന്നത്. 2-2-2 സിദ്ധാന്തം, തത്വം. 2-2-2 തത്വം എന്താണത്? 2 തിമോത്തി ചാപ്റ്റർ 2 വേഴ്സ് നമ്പർ 2. അതായത് നീ ചെയ്യേണ്ടത് എൻട്രസ്റ്റ് വാട്ട് യു ഹാവ് ഹേർഡ് ടു ഫെയ്ത്ത്ഫുൾ പീപ്പിൾ ഹു വിൽ ടീച്ച് അതേഴ്സ്. നീ കേട്ടത്, നീ പഠിച്ചതൊക്കെ വിശ്വസ്തരായി മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവരെ ഭരമേൽപ്പിക്കുക. അപ്പോൾ പല തലമുറകളിലേക്ക് പോകും. നീ എന്നോട് കേട്ടു, നിന്നിൽ നിന്നും ഒരു കൂട്ടർ കേട്ടു, അവർ വിശ്വസ്തമായി മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പറ്റും. ഒരു 4 തലമുറയാണ് അതിൽ നിന്നും ഇളവായി വരുന്നത്. സങ്കീർത്തനങ്ങൾ 78:4 we will tell the next generation the praiseworthy deeds of the Lord. ദൈവത്തിൻ്റെ കർത്താവിൻ്റെ സ്തുത്യർഹമായ അവൻ്റെ പ്രവൃത്തികളെ അടുത്ത തലമുറയോട് വർണ്ണിപ്പിൻ. അടുത്ത തലമുറയോട് അത് പറയണം. 1 കൊരിന്ത്യർ 11:1 ഫോളോ മൈ എക്സാമ്പിൾ ആസ് ഐ ഫോളോ ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിന് അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങളും അനുകാരിയായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഫെയ്ത്ത്ഫുൾ ലീഡേഴ്സ്, they do not merely lead people for a moment, they shape the future of many lives. അങ്ങനെയുള്ളവർ അവരുടെ ജീവിതം മാത്രമല്ല, ഫ്യൂച്ചറിലേക്കുള്ള അനേകരുടെ ജീവിതത്തെ കൂടെ അവർ ഷേപ്പ് ചെയ്യുന്നു.
അതുകൊണ്ട് ഇന്ന് നമുക്ക് നമ്മെ നടത്തിയവരെ ഓർക്കാം, നമ്മെ നടത്തിയ ആത്മീയ നേതൃത്വത്തെ ഓർക്കാം, വിശ്വാസ വീരന്മാരെ ഓർക്കാം, അവരുടെ ജീവിതാവസാനം ഓർത്ത് അവരെ അനുകരിക്കുവാനുള്ളൊരു തീരുമാനം എടുക്കാം. പലപ്പോഴും എൻകറേജ് ചെയ്യപ്പെടേണ്ട ഒന്നാണ്. നേരത്തെ ജീവിച്ചു പോയിട്ടുള്ള മിഷണറിമാർ, ഒത്തിരി ആത്മാക്കളെ നേടിയവർ, സഭകളെ സ്ഥാപിച്ചവർ, വിശുദ്ധിക്കും വേണ്ടി നിന്നവർ, രക്തസാക്ഷികളാണ്. ഇവരുടെയൊക്കെ ജീവചരിത്രങ്ങളെടുത്ത് വായിക്കുക. എൻ്റെ ജീവിതം ഇതുതന്നെയായിരുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് എവിടെ കിട്ടിയാൽ ഇങ്ങനെ ജീവിച്ച വിശ്വാസവീരന്മാരുടെ ജീവചരിത്രം, ആത്മചരിത്രമൊക്കെ എടുത്ത് ഇങ്ങനെ വായിച്ചിരിക്കുന്നത് എനിക്കൊരു ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു. ഇന്നും പറ്റുന്ന രീതിയിൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അവരുടെ ജീവിതത്തെ ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്നു. അത് വചനത്തിലുണ്ട്. കൈനീട്ടാമോ? കർത്താവേ, ലീഡർഷിപ്പിലേക്ക് അനേകരെ കൊണ്ടുവരണമേ. അനേകർ കർത്താവിന് വേണ്ടി എഴുന്നേൽക്കട്ടെ. അനേകരുടെ മാതൃക ഞങ്ങളുടെ പുറകിൽ കിടക്കുകയാണ്. അതെല്ലാം ഓർത്ത് നിനക്ക് വേണ്ടി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ വിവിധ ആവശ്യങ്ങളിരിക്കുന്നവർ ദയവായി ഇങ്ങോട്ട് കൈനീട്ടുക. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് കൈനീട്ടിരിക്കുകയാണ്. രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഈ കണ്ണുകൾക്ക് പ്രയാസമുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഗോയിറ്റർ മുഴകൾ സൗഖ്യമാകട്ടെ. ലങ്സ്, അതുപോലെ കിഡ്നികൾ, ആന്തരിക അവയവങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടാകട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ എല്ലാവരും ബ്ലെസ് ചെയ്തിരിക്കുന്നു. താങ്ക് യു ഫാദർ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ വീഡിയോ ലിങ്കുകൾ ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുക. ഗോഡ് ബ്ലെസ് യു. വിൽ സീ ടുമോറോ. ബൈ.